ഇതാണ് ഫെമി. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് വീണ്ടും ഒരു വ്ളോഗ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഓഫീസിലെ സ്പാർട്ടൻസ് ടീമിലെ ഗേൾസ് ഗ്യാങ്. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ഇയർ ഡിസംബർ നടന്ന ഓഫീസിലെ സ്പോർട്സ് ക്ലബിൽ 3 ടീംസ് ഉണ്ടായിരുന്നു. അതിൽ സ്പാർട്ടൻസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ടീമായിരുന്നു ചാമ്പ്യൻസ്. അപ്പോൾ ഈ കാണുന്നവരെല്ലാം സ്പോർട്സ് പേഴ്സൺസ് ആണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ട്രിപ്പ് കുറച്ച് ഡിലേ ആയി, പക്ഷേ ഞങ്ങൾ ജൂലൈ തന്നെ പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയ ഒരു ഗ്യാപ്പിലെടുത്ത വീഡിയോ ആണ്. ഇപ്പോൾ ഈ ക്യാമറ കൊണ്ട് പോകുന്നതാണ് ഡിൽന. അടിപൊളി സ്പോർട്സ് പേഴ്സൺ കം അടിപൊളി ബാഡ്മിൻ്റൺ പ്ലെയർ ആണ്. അപ്പോൾ ഹിയർ ഈസ് അവർ ബോയ്സ് ഗ്യാങ്. അടുത്തേക്ക് വാ. നമ്മൾ പോകുന്നത് മൂന്നാർ കെസ അമാരി പ്ലാന്റേഷൻ റിസോർട്ടിലേക്കാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ടീം സ്പാർട്ടൻസ്. അങ്ങനെ ഞങ്ങൾ ഗേറ്റ് വേ ഓഫ് മൂന്നാർ എത്തി. അത്യാവശ്യം ബ്ലോക്ക് കിട്ടി ഈ വഴിക്ക്. നോർമലി അത്ര ബ്ലോക്ക് ഉണ്ടാവാറില്ല, പക്ഷേ ഇപ്രാവശ്യം എന്തോ ബ്ലോക്ക് കിട്ടി. സത്യം പറഞ്ഞാൽ ഈ ട്രിപ്പ് എന്നുള്ളൊരാശയം വന്നപ്പോൾ എനിക്ക് പേഴ്സണലി ഉള്ളിൽ തോന്നിയത്, നമ്മളെല്ലാവരും ഡിഫറെൻറ്റ് പ്രോസസ്സിൽ വർക്ക് ചെയ്യുന്നവരാണ്. നമ്മൾ സ്പാർട്ടൻസ് എന്ന് പറയുന്ന ഞങ്ങളുടെ സ്പോർട്സ് ടീമിലാണ് ഞങ്ങളെല്ലാവരും ഒത്തുചേർന്നത്. അപ്പോൾ ഈ ട്രിപ്പ് എങ്ങനെ വൈബായിരിക്കുമോ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് എല്ലാവരുമായിട്ട് ഇൻ പേഴ്സൺ ഒത്തിരി അറിയില്ല, അങ്ങനെയൊക്കെയുള്ള ഡൗട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒന്നും ആയിരുന്നില്ല. എല്ലാവരും സെയിം വൈബായിരുന്നു, നല്ല ഓളമായിരുന്നു ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ. ഇതാണ് നമ്മളുടെ റിസോർട്ട്. ഇത് വരുന്നത് രത്നഗിരി കമ്പനി റോഡ് നിയർ മൂന്നാറാണ്. കാസ അമാര റിസോർട്ട്. നമ്മുടെ സൗകര്യത്തിന് പറ്റിയ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റിസോർട്ട്. ഇവിടെ കയറി ചെല്ലുമ്പോൾ അരയന്നത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ അപ്പോഴല്ല. അപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് ഒന്ന് സെറ്റായിട്ട് നേരെ ഏലത്തോട്ടത്തിലോട്ട് ഇറങ്ങി. ഏലത്തോട്ടമൊക്കെ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ കാണുമെങ്കിലും ആദ്യമായിട്ടാണ് ഏലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്നത്. അപ്പോൾ ആദ്യം അട്ടയൊക്കെ ഉണ്ടാവുമെന്ന് പേടിയുണ്ടായിരുന്നു, പക്ഷെ അട്ടയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ റിസോർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, മറ്റ് റിസോർട്ട്സുകൾ ഇപ്പോൾ മൂന്നാറുള്ള മിക്കതും നമുക്ക് ഭയങ്കര ഹിൽ വ്യൂസൊക്കെ തരുന്നതായിരിക്കും അല്ലേ, അല്ലെങ്കിൽ തേയിലത്തോട്ടത്തിൻ്റെ വ്യൂ ഒക്കെ തരുന്നതായിരിക്കും. ഇത് എൻ്റർലി ഡിഫറെൻ്റ് ആണ്. കാരണം ഈ ഏലത്തോട്ടത്തിനുള്ള ആയതുകൊണ്ട് തന്നെ കുറേ കാടിൻ്റെ ഉള്ളിൽ ഒരു റിസോർട്ട് ഇരിക്കുന്ന ഫീലാണ് തോന്നാം. ഇങ്ങനൊരു സ്ഥലം ആദ്യമായിട്ടാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇതിന്ന് ഏലക്കായ ഉണ്ടാവുന്നേ. ഫെമി, എങ്ങനെയുണ്ട് ഈ കാട്ടിലൂടെയുള്ള യാത്ര? അടിപൊളിയാണ്, നല്ല രസമുണ്ട് കാണാൻ, നല്ല തണുപ്പുണ്ട്. ഇതാണ് ഏലക്ക. ഓക്കെ, നൈസ് അല്ലേ? അതെ അതെ അതെ, കൊള്ളാം. അങ്ങനെ ഞങ്ങളതിൻ്റെ ഉള്ളിൽ കൂടെ തെരാപ്പാര നടന്നു. ഇതാണ് സരിത. ഞങ്ങളിപ്പോൾ ഏലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് ഇതിൻ്റെ ഒരു മുകളിലേക്കുള്ളൊരു ഹിൽ വ്യൂ കാണാൻ പോവാണ്. സോ ബാക്കി എല്ലാവരും എന്താ നടന്നുണ്ട്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ കാണുന്ന പോലെയല്ല, ഭയങ്കര കുത്തനെയാണ് ഈ കയറ്റം. ചെറിയൊരു വഴിയുള്ളൂ നടക്കാൻ.
അപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചൊക്കെയാണ് നടന്നത്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയോ, ഫുൾ വിൻഡാണ്. എപ്പോഴും ഇങ്ങനെ കാറ്റടിച്ചുകൊണ്ടിരിക്കും ഈ ഒരു സ്ഥലത്ത്. എനിക്ക് തോന്നുന്നു ഇത്രയും പ്ലാന്റേഷനും അതുമാതിരി തന്നെ നിറയെ മരങ്ങളും ഉള്ളതുകൊണ്ടായിരിക്കും. മുമ്പ് എവിടെയും ട്രിപ്പ് പോയപ്പോൾ ഇങ്ങനെ ഇത്രയും കാറ്റുള്ള ഒരു പ്രദേശം ഞാൻ കണ്ടിട്ടില്ല. കാരണം ഫുൾ ടൈം അവിടെ കാറ്റായിരുന്നു. സോ അതൊരു ഡിഫറെൻറ്റ് ഫീലിംഗ് ആണ്. പിന്നെ അവിടെ ഒരു ചെറിയ ഒരു വീടിനോട് ചേർന്നൊരു ചായക്കട ഉണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ ഞാൻ എൻ്റെ കട്ടൻ ചായ വാങ്ങി. ഐ എം എ ബ്ലാക്ക് ടീ ലവർ. അങ്ങനെ ഞങ്ങൾ ഉദ്ദേശിച്ച ബിൽഡിങ്ങിൻ്റെ വ്യൂ ഇതാണ്. ഇവിടെ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയായിരുന്നു, പിന്നെ നല്ല കാറ്റും. അങ്ങനെ ഞങ്ങളവിടെ നിന്ന് പതുക്കെ ഇറങ്ങി. ഇനി നമ്മൾ നേരെ പൂളിലോട്ടാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഈവനിങ് പൂളിലെല്ലാം സ്പെൻഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഫ്രഷ്നപ്പായി വൈകുന്നേരം ഞങ്ങൾ ക്യാമ്പ് ഫയറിലോട്ട് റെഡിയായി. അവിടെ എല്ലാം സെറ്റായിരുന്നു. ഭാഗ്യത്തിന് മഴ ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ തണുത്ത കാറ്റൊക്കെയുള്ള സ്ഥലത്ത് ഇങ്ങനെ ക്യാമ്പ് ഫയറൊക്കെ വെച്ച് ഇരിക്കാൻ പറ്റുന്നത് തന്നെ ഭയങ്കര ഒരു ഫീലാണ്. പിന്നെ നമ്മൾ ഭയങ്കര റിഫ്രഷ് ആവും. കുറേ നാളത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ട്രിപ്പ് പോകുന്നതും. അപ്പോൾ മൊത്തത്തിൽ നല്ല ഹാപ്പിയായി ആ വൈബെല്ലാം കൊണ്ട്. പിന്നെ എല്ലാവരുമായിട്ടും നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി. അവിടെ ഭക്ഷണം എല്ലാം നല്ലതായിരുന്നു, സർവീസും. ഞങ്ങളുടെ സൗകര്യത്തിന് പറ്റിയ അടിപൊളി ഒരു റിസോർട്ട്, അത്രയാണത്. ഏർലി മോർണിംഗ് ഞങ്ങൾക്ക് ട്രെക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജീപ്പ് എടുത്ത്, ഒരു ജീപ്പിൽ 8 പേരാണല്ലോ അലോ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഏർലി മോർണിംഗ് ഒരു 5:30 ആയപ്പോൾ എണീറ്റ് ആ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് വെളുത്തപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അങ്ങനെ അവിടെ ഒരു 1-2 പ്ലേസിൽ ഞങ്ങൾ വിസിറ്റ് ചെയ്തു. ഈ സ്പോട്ടിൻ്റെ പേരൊന്നും ചോദിക്കരുത്, എനിക്ക് പേരൊന്നും ഓർമ്മയില്ല. ഇത് രത്നഗിരിയിൽ അവിടെ നിന്ന് ഒരു അറൗണ്ട് 15-20 കിലോമീറ്റേഴ്സിൽ വരുന്ന സ്ഥലങ്ങളാണെന്നാണ് ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത്. രാവിലെ തന്നെ ഉറക്കത്തിൽ എനിക്ക് പോയതുകൊണ്ട് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. തലേദിവസത്തെ സ്ലീപ്പൊക്കെ ബാക്കിയായിരുന്നു. ഗുഡ് മോർണിംഗ്. ഈ ട്രിപ്പിനെ പറ്റി 2 വാക്ക്. ഈ ട്രിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ നല്ലത്, മികച്ചത്, വളരെ നല്ലത്. പിന്നെ 2 വാക്കടാ. ഇതാണ് നമ്മുടെ ടൂറിന്റെ കോർഡിനേറ്റർ. ഒരു വൃത്തികെട്ടവൻ. രാവിലെ തന്നെ വണ്ടി അറേഞ്ച് ചെയ്തു. ആ വണ്ടി സ്റ്റക്കായി. ഒരു ക്ലാസ്സിലുമുള്ളത് വണ്ടിയായിരുന്നു. അത് ഒന്നാമത്തെ പ്രശ്നം. ഇന്നിപ്പോ സൺറൈസ് കാണിക്കാന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ മഴയായിട്ട് സൺറൈസും ഇല്ല, കാർമേക്ക് പോയിട്ട് ആകെ അലമ്പായി. കേട്ടില്ലേ? അപ്പോൾ നല്ല മഴ കാരണം ഞങ്ങൾക്ക് സൺറൈസ് മിസ്സായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 1-2 സ്ഥലം കൂടെ കൊണ്ടുപോയി. നമ്മൾ പൊന്മുടി ഡാമിലൊക്കെ പോയി. ഈ ചേട്ടൻ നമ്മളെല്ലായിടത്തും കൊണ്ടുപോയായിരുന്നു. കാണിച്ചു തരാം. ഇതാണ് പൊന്മുടി ഡാം. അപ്പോൾ ആദ്യമായിട്ടാണ് മൂന്നാർ വന്നിട്ട് ഇവിടേക്ക് വരുന്നത്. ഭയങ്കര ശാന്തമായിരുന്നു മഴ കാരണം. പിന്നെ ഒത്തിരി റഷൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നതാണ് ഞങ്ങളുടെ ജീപ്പ്. 2 ജീപ്പ് ഉണ്ടായിരുന്നു, ഒരെണ്ണം റെഡും ഒരെണ്ണം വൈറ്റും. ഞങ്ങൾ റെഡിലായിരുന്നു. പിന്നെ ഇതാണ് നമ്മളെ സേഫായിട്ട് കൊണ്ടുപോയ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ. പിന്നെ ഈ ഡാമുകളിൽ ഭയങ്കര പ്രത്യേകമായിട്ടൊന്നും കാണാനില്ലാത്തത് കൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് വേഗം ഇറങ്ങി. പിന്നെ മഴയും ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്തു.
നല്ല മഴ കാരണം ഞാനും ഫെമിയും ജീപ്പിൽ തന്നെ ഇരുന്നു, തൂക്കുപാലത്തേക്ക് പോയില്ലായിരുന്നു. അപ്പം ഞങ്ങളെ വിളിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ അരുൺ വരുമായിരുന്നു. അപ്പോൾ എൻ്റെ ഫോണും പിടിച്ച് എൻ്റെ വ്ളോഗിൽ എന്നെ കുറ്റം പറഞ്ഞ ഫ്രണ്ട്സിന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അറിയാലോ നിനക്ക്, ഒരു വല്ലാത്ത സ്വഭാവമാണ്. അങ്ങനെ ഞങ്ങളൊരു 11:30 കൂടെ ഞങ്ങളുടെ റിസോർട്ടിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ പുറപ്പെട്ട് തിരിച്ച് പോകുന്ന വഴിക്ക് ഇതുമാതിരി ഗ്യാപ്പ് റോഡ് ത്രൂ ആണ് വന്നത്. അവിടെ ഇങ്ങനെ കുറേ കൊച്ചു കൊച്ചു ഷോപ്സൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ രീതിയിൽ അവിടുന്ന് ഇങ്ങനത്തെ ചോളം മറ്റു കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ അവിടുന്ന് പോകുന്നത്. ഈ നിൽക്കുന്നതാണ് ഞങ്ങളുടെ ക്യാപ്റ്റൻ ക്രിസ്. ഗ്യാപ്പ് റോഡിൽ നിന്നുള്ള വ്യൂ ആണിത്. ഒരു പെയിൻറ് ചെയ്ത് വെച്ച പോലെയായിരുന്നു ഈ ഒരു പ്രദേശം. ഞാൻ വിശ്വസിക്കുന്നത് ഓരോ യാത്രയും നമുക്ക് ഒരനുഭവങ്ങളാണ്. പുതിയ സ്ഥലം, പുതിയ പീപ്പിൾ, നല്ല ഫോൺ മെമ്മറീസ്. സോ വി വർ റിയലി ഹാപ്പി. അങ്ങനെ ഞങ്ങൾ സ്പാർട്ടൻസിൻ്റെ മൂന്നാർ യാത്ര ഇവിടെ അവസാനിക്കുമ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ടു എൻഡ് വളരെ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോയി വന്ന ഹരിച്ചേട്ടനാണിത്. സോ താങ്ക്സ് ടു ദാറ്റ് ബ്രോ. അങ്ങനെ വീണ്ടും ഇനി ജോലി ദിവസങ്ങളിലേക്ക് പോകുന്നു. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരയ്ക്കും. ഇറ്റ്സ് ധന്യ സൈനിങ് ഓഫ്.